അപ്പോൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത് കൺസ്ട്രെയിൻസ് ആണ്. എന്താണ് കൺസ്ട്രെയിൻസ് അല്ലേ? എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു മൊബൈൽ ആപ്പ് ഡിസൈൻ ചെയ്തു. അതൊരു ആൻഡ്രോയിഡ് മൊബൈലിൻ്റെ സൈസിലാണ്. ഇത് നമ്മൾ ടാബിലേക്ക് മാറ്റുമ്പോൾ ഈ ടാബിൻ്റെ സൈസ് അനുസരിച്ച് അതിൻ്റെ ഡിസൈൻസൊക്കെ മാറണോ വേണ്ടേ? അങ്ങനെ മാറാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നൊരു രീതിയാണ് കൺസ്ട്രെയിൻസ്. ഒന്നുകൂടെ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ മൊബൈൽ ആപ്പ് ഡിസൈൻ ചെയ്തു. അതിൽ മുകളിൽ പ്രൊഫൈലിൻ്റെ പിക്ചറുണ്ട്, താഴെ ഒരു സെറ്റ് ബട്ടൺ. ഇത് നമ്മൾ സ്ക്രീൻ മാറുമ്പോൾ ഇത് ആ സ്ക്രീനിൻ്റെ ഇതനുസരിച്ച് അത് മൂവായി വരണ്ടേ? മൂവായും വേണം, അതനുസരിച്ച് വലുതാവാൻ വേണ്ടേ? ഇവിടെയാണ് നമുക്ക് കൺസ്ട്രെയിൻസിൻ്റെ ഉപയോഗം വരുന്നത്. ഫിഗ്മയിലെ കൺസ്ട്രെയിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ക്രീൻ സൈസ് വലുതാവുമ്പോൾ അതിൻ്റെ ഷേപ്പ് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ഒരു രീതിയാണ് കൺസ്ട്രെയിൻസ്. ഓക്കെ, എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പിക്ചർ അല്ലെങ്കിൽ ഐക്കൺ, ഇത് ലെഫ്റ്റിലിരിക്കുന്ന ഐക്കൺ ലെഫ്റ്റിലോട്ട് പോകണോ അതെ അവിടെ തന്നെ ഇരിക്കണോ, പ്രൊഫൈൽ പിക്ചർ അവിടെ ഇരിക്കണോ അതെ റൈറ്റിലോട്ട് പോകണോ എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു രീതിയാണ് കൺസ്ട്രെയിൻസ്. കൺസ്ട്രെയിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഗ്മയുടെ ലേഔട്ടിനടുത്ത് പറയും ഈ ഷേപ്സിനെയോ ടെക്സ്റ്റോ സ്ക്രീൻ സൈസ് കൂടുന്നതും കുറയുന്നതും അനുസരിച്ച് എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടതെന്ന്. ഈ പിക്ചർ വലുതാവണോ, ഈ ബട്ടൺ ചെറുതാവണോ, ഈ ബട്ടൺ റൈറ്റിലോട്ട് പോകണോ എന്നൊക്കെ കൺസ്ട്രെയിൻസ് ആണ് ഫിഗ്മയുടെ ലേഔട്ടിലേക്ക് മെസ്സേജ് പാസ് ചെയ്യുന്നത്. കൺസ്ട്രെയിൻസ് ഇല്ലാതെ നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ വേറെ സ്ക്രീനിലേക്കൊക്കെ പോകുമ്പോൾ ഡിസൈൻസൊക്കെ ആകെ ബോറായിരിക്കും. ഐക്കൺസൊക്കെ അവിടെ ഇവിടെ ചിതറി കിടക്കും. ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാക്കി കാണില്ല. ഒന്ന് എക്സാമ്പിൾ സാധനം ഇവിടെ കാണിച്ചു തരാം. സോ ഇതൊരു ഫ്രെയിമാണ്. ഞാനിവിടെ ഇതാണ് പ്രൊഫൈൽ പിക്ചർ, ഇതൊരു ബട്ടണാണ്. ഇനി സെൻറ്ററിൽ ഞാൻ ഇവിടെ ഒരു ഇമേജും പ്ലേസ് ചെയ്യുകയാണ്. ഓക്കെ, ഞാനിപ്പോൾ ഈ ഫ്രെയിം ഇങ്ങനെ മൂവ് ചെയ്യണം. നോക്കിക്കേ, ഈ സൈസ് മാറുന്നതനുസരിച്ച് ഇതിന് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടായില്ല. അപ്പോൾ എനിക്ക് വേണ്ടത് ഈ ബട്ടൺ അതിൻ്റെ കൂടെ മൂവ് ആവണം. പ്രൊഫൈൽ പിക്ചർ അവിടെ ഇരിക്കണം, ഇത് സെൻറ്ററിൽ തന്നെ മൂവ് ആവണം. ഞാൻ ഈ ബട്ടൺ സെലക്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ നോക്കിക്കോണം, കണ്ടില്ലേ ബട്ടൺ മൂവ് ആവുന്നുണ്ട്, ഇമേജ് മൂവ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൺസ്ട്രെയിൻസ് ഫിഗ്മ ലേഔട്ടിന് മെസ്സേജ് കൊടുക്കുകയാണ്, ഇതിങ്ങനെയൊക്കെയാണ് ഇരിക്കേണ്ടതെന്ന്. ഇപ്പോൾ മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഒരു കാര്യം കൂടെ മനസ്സിലാക്കാം, റെസ്പോൺസീവ് ഡിസൈൻ എന്താണെന്നും അഡാപ്റ്റീവ് ഡിസൈൻ എന്താണെന്നും. ഫസ്റ്റ് റെസ്പോൺസീവ് നമുക്ക് എന്താണെന്ന് നോക്കാം. റെസ്പോൺസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡിസൈൻ ചെയ്ത ഒരു ആപ്പ് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് സ്ക്രീൻ മാറുന്നതനുസരിച്ച് ഗ്രോ ചെയ്യുകയും ചെയ്യും, സ്ട്രിങ്ക് ചെയ്യുകയും ചെയ്യും, ഇല്ലേ? അങ്ങനെ വേണമല്ലോ ഡിസൈൻ ചെയ്യുന്ന സമയത്ത്. ആ സമയത്ത് നമ്മളെ ബട്ടണും ഇപ്പോൾ ഞാൻ കാണിച്ച പ്രൊഫൈൽ പിക്ചറെല്ലാം അതാത് സ്ഥലത്ത് തന്നെ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്ത് നൈസായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അതിനെയാണെങ്കിൽ നമുക്ക് റെസ്പോൺസീവ് എന്ന് പറയാം. നിങ്ങളുടെ മൊബൈൽ ആപ്പ് നിങ്ങൾ ചെയ്ത ഡിസൈൻ മൊബൈൽ ആപ്പിൽ ടാബ്ലറ്റിലോ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ലേഔട്ട് എല്ലാം സെയിം ആയിരിക്കും. ബട്ടൺസും ടെക്സ്റ്റും ഒക്കെ അതനുസരിച്ച് സ്ട്രിങ്ക് ആവുകയും വലുതാവുകയും ചെയ്യും, കറക്റ്റ് പൊസിഷനിൽ ഇരിക്കുകയും ചെയ്യും. അതാണ് റെസ്പോൺസീവ് ഡിസൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ലേഔട്ടൊക്കെ കറക്റ്റായിരിക്കും, പക്ഷേ ബട്ടൺ ടെക്സ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് ചെറുതായി കറക്റ്റ് പൊസിഷനിലിരിക്കും. അതാണ് റെസ്പോൺസീവ്. ഒരു എക്സാമ്പിൾ ഇപ്പോൾ കാണിച്ചു തരാം. ഇതൊരു ജ്വല്ലറിയുടെ ഒരു വെബ്സൈറ്റാണ്. ഇതിന് ഞാൻ സ്ട്രിങ്ക് ചെയ്യണം, നോക്കിക്കോണം. കണ്ടോ, നമ്മൾ സ്ട്രിങ്ക് ചെയ്യുന്ന സമയത്ത് ലേഔട്ടെല്ലാം ഒരുപോലെ ഇരിക്കും, പക്ഷേ അതനുസരിച്ച് അത് അറേഞ്ചായി വരുന്നതുണ്ടോ? ഈ ബട്ടൺ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഇത് ചെറുതാക്കുമ്പോൾ ബട്ടൺസ് എല്ലാം സെയിം സ്ഥലത്ത് തന്നെ ഇരിക്കുകയും ചെയ്യും, പക്ഷേ സൈസ് അനുസരിച്ച് ചെറുതായി സ്ട്രിങ്ക് ആവുകയും സ്ട്രെച്ച് ആവുകയും ചെയ്യും. അതാണ് ഓട്ടോ ലേഔട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനി നമുക്ക് അഡാപ്റ്റീവ്നെസ് ഒന്ന് നോക്കാം. അത് ഇതിൽ നിന്ന് കുറച്ചും കൂടെ വ്യത്യസ്തമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത ഡിസൈനിൻ്റെ ഷേപ്പ് അതിന് ചേഞ്ച് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ റീഅറേഞ്ച് ആവും. അതിന് പറ്റുന്ന രീതിയിലേക്ക് അത് റീഅറേഞ്ച് ആവും. കമ്പ്യൂട്ടർ സ്ക്രീനിൽ നോക്കുമ്പോൾ ഐക്കൺസും കാര്യങ്ങളൊക്കെ വലുതായിരിക്കും, പക്ഷേ മൊബൈലിലേക്ക് വരുമ്പോൾ ഐക്കൺസും കാര്യങ്ങളൊക്കെ ചെറുതായിരിക്കും. അപ്പോൾ ഇതിൽ രണ്ടിലും കൺസ്ട്രെയിൻസ് എന്താണ് റോള്? കൺസ്ട്രെയിൻസ് നമുക്ക് ഫിഗ്മയിൽ റൂൾ സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ സ്ക്രീൻ ചെറുതാവുന്നതനുസരിച്ച് ബട്ടണും കാര്യങ്ങൾ എന്ത് ചെയ്യണമെന്നുള്ളത്. കൺസ്ട്രെയിൻസ് നമുക്ക് റെസ്പോൺസീവ് ഡിസൈനിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, പക്ഷേ അഡാപ്റ്റീവ് ഡിസൈനിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതല്ല. അതിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്.
അഡാപ്റ്റീവ് ഡിസൈനിൽ നമ്മൾ വേറെ ലേഔട്ടിൽ ഡിഫറെൻറ്റ് സ്ക്രീൻസ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഒരു മൊബൈലിൻ്റെ ഒന്നാണെങ്കിൽ ആ സെയിം സാധനം തന്നെ നമുക്ക് വേറെ ലേഔട്ടിൽ നമ്മൾ വെബിൻ്റെ മുകളിൽ ചെയ്യേണ്ടി വരും. ഇനി ഷോർട്ടായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പോൺസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ലേഔട്ട് സൈസ് അഡ്ജസ്റ്റ്മെൻ്റ് ആയിരിക്കും. ഒരു ലേഔട്ട് ആയിരിക്കും, പക്ഷേ സൈസിന് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാവും. അഡാപ്റ്റീവ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേഔട്ട് സ്ക്രീൻ സൈസിനനുസരിച്ച് ചേഞ്ച് ആവും. ഇനി അഡാപ്റ്റീവ്നെസ്സിൻ്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇത് ഇൻസ്റ്റാഗ്രാം പേജാണ്. നോക്കുക, ഞാൻ ഇതിനെ ചെറുതാക്കുക. ഈ സൈഡിൽ ഐക്കൺ നോക്കിക്കോണം. നമ്മൾ ചെറുതാവുന്നതനുസരിച്ച് കണ്ടില്ലേ, ഇവിടെ എത്തിയപ്പം ഐക്കണ്ട രീതി അങ്ങ് മാറിയുണ്ടല്ലേ. ഇവിടെ ഐക്കണ്ട രീതി മാറിയുണ്ടോ? ഇനി കുറച്ചും കൂടെ ചെറുതാക്കാമെന്ന് നോക്കിക്കേ. ഈ സൈഡിലുള്ളതും കാണാനില്ല. ഇതൊന്നും ഇത് ചെറുതാകുമ്പോൾ കാണില്ല, കണ്ടില്ലേ. ഇനി കുറച്ചും കൂടെ ചെറുതാകുമ്പോൾ നോക്കിക്കണം. കണക്ക് നോക്കിക്കേ, താഴോട്ട് വന്നു. ഇതാണ് അഡാപ്റ്റീവ്നെസ്. ഓക്കെ, ഇനി നമുക്ക് കൺസ്ട്രെയിൻസിലേക്ക് പോവാം. 2 കൺസ്ട്രെയിൻസ് ഉണ്ട്. ഒന്ന് ഹൊറിസോണ്ടലും ഉണ്ട്, ഒന്ന് വെർട്ടിക്കലും ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, ഇവിടെ ലെഫ്റ്റ് റൈറ്റ് എന്നൊരു ഓപ്ഷൻ കാണിക്കും. അത് തന്നെയാണ് ഇവിടെയും കാണിക്കേണ്ടത്. നമ്മളിവിടെ എന്താണോ സെറ്റ് ചെയ്യുന്നത്, ഇതിപ്പോൾ ഞാൻ ലെഫ്റ്റാണ് സെറ്റ് ചെയ്യണത്. ഇനി കൺസ്ട്രെയിൻസ് നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും നോക്കാം. കൺസ്ട്രെയിൻസ് വർക്ക് ചെയ്യുന്നത് ഫ്രെയിമിലായിരിക്കും. ഇതാണ് എൻ്റെ ഫ്രെയിം. അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ നോക്കാം. ഞാനിവിടെ ഇപ്പോൾ നോക്കിയപ്പം അതിൻ്റെ ഒരു കൺസ്ട്രെയിൻസ് നമ്മളിത് ക്ലിക്ക് ചെയ്യുമ്പോൾ, അതായത് ഈ ഒരു ഏറോ മാതിരി ക്ലിക്ക് ചെയ്യുമ്പോൾ ലെഫ്റ്റ് പ്ലസ് റൈറ്റ് സെൻറ്റർ സ്കെയിൽ ഇത്രയും ഓപ്ഷൻ ഇവിടെ കാണിക്കും. അതിൽ ലെഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഒബ്ജക്റ്റ് ലെഫ്റ്റിലായിരിക്കും ഇരിക്കുന്നത്. ടോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റ് ടോപ്പിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ആ സെയിം സംഭവം ഇവിടെ കാണിക്കണം. ലെഫ്റ്റിലേക്ക് ഒരു ബ്ലൂ കളർ, ടോപ്പിലേക്ക് ഒരു ബ്ലൂ കളർ. അത് തന്നെയാണ് ഇവിടെയും കാണിക്കുന്നത്. ഇനി ഞാൻ ഇതിനൊന്ന് മൂവ് ചെയ്യണം. നോക്കിക്കേ, അത് അവിടെ തന്നെ ഇരിക്കും. ഇനി ഞാൻ ഇതിനെ മാറ്റിയിട്ട് ഇവിടെ വന്നതിന് ശേഷം റൈറ്റ് കൊടുക്കുകയാണ്. റൈറ്റ് കൊടുത്തതിന് ശേഷം ഞാനിവിടെ സെൻറ്ററാണ് കൊടുക്കണം. സെൻറ്ററാണ് കൊടുക്കുന്നത്. ഞാനപ്പോൾ ഇതിനെ മൂവ് ചെയ്യണം. നോക്കിക്കേ, നമ്മൾ മൂവ് ചെയ്യുന്നതനുസരിച്ച് ഈ മൊത്തം മൊത്തം ഫ്രെയിമിൻ്റെ സെൻറ്ററിലേക്ക് മാറിയുണ്ടാകും. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി ലെഫ്റ്റ് പ്ലസ് റൈറ്റ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് ഞാൻ അതിനെ മൂവ് ചെയ്യുമ്പോൾ നോക്കിക്കണം, ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും മാത്രം മൂവ് ആവും. പ്രൊപ്പോർഷനായിട്ട് മാവില്ല. എന്താ, ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ട് മാത്രം മാറണേണ്ട. ഇനി അടുത്ത ഓപ്ഷൻ, ഇത് ആ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തതിന് ശേഷം സ്കെയിൽ കൊടുക്കുകയാണ്. സ്കെയിൽ കൊടുക്കുമ്പോൾ സംഭവിക്കാൻ വേണ്ടി പോകണം. നോക്കിയോ, അവിടെ തന്നെ നിൽക്കും. എന്നിട്ട് ഈ ഒരു ഗ്യാപ്പില്ലേ, ഈ ഒരു ഗ്യാപ്പ് മാത്രമേ വലുതാകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇത് നമുക്ക് ബോട്ടത്തിൽ ചെയ്ത് നോക്കാം. ബോട്ടത്തിൽ നമുക്ക് ഇതുപോലെ ടോപ്പ് പ്ലസ് ബോട്ടം, ബാക്കിയൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു, സെയിം ആണ്. ടോപ്പ് പ്ലസ് ബോട്ടം നോക്കിക്കേ. ഇതുപോലെ നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിലൊന്നും സംഭവിക്കില്ല. പക്ഷെ നമ്മൾ മുകളിലോട്ട് പോകുമ്പോൾ, ടോപ്പിലോട്ട് പോകുമ്പോൾ കണ്ടില്ലേ, ഇത് ഒബ്ജക്റ്റ് അവിടെ തന്നെ ഇരിക്കും. സൈസ് മാത്രം വലുതാകണം വേണ്ട. താഴോട്ട് വരുമ്പോൾ സൈസ് തിരിച്ച് ചെറുതായി വരും. ഈ ലെഫ്റ്റ് റൈറ്റ് നോക്കിക്കോണം. ഓക്കെ, ഇത് ലെഫ്റ്റ് റൈറ്റ്. ഇനി ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആണ്. കൺഫ്യൂഷൻ വേണമെന്ന കുറച്ച് കാര്യങ്ങളാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ലെഫ്റ്റ് റൈറ്റ്. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ ലെഫ്റ്റ് റൈറ്റ് കൊടുക്കുകയാണ്. ഇനി ഞാൻ നോക്കിയപ്പോൾ ലെഫ്റ്റ് റൈറ്റ് കൊടുക്കുമ്പോൾ നമുക്കിവിടെ ഇത് ലൈൻ വന്നതാണ്, ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ടും പോകുന്നതാണ് കാണിക്കുന്നത്. ഞാൻ ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഇത് അങ്ങോട്ട് പോകുന്നതനുസരിച്ച് ഇത് മൂവ് ചെയ്യുന്നുണ്ടോ, ഇങ്ങോട്ട് മൂവ് ചെയ്താൽ അങ്ങോട്ട് മൂവ് ആവും. ഈ മാർജിന് ഒരു വ്യത്യാസവും വരുന്നില്ല. അതങ്ങനെ തന്നെ കീപ്പ് ചെയ്യും. അതാണ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. ഇനി അത് തന്നെയാണ് ഇവിടെ സെൻറ്റർ കൊടുക്കുകയാണ്. ഇനി ഞാൻ അതിനെ സെൻറ്റർ കൊടുക്കുകയാണ്, സെൻറ്റർ. എന്നിട്ട് ഞാൻ ഇതിനെ ഡ്രാഗ് ചെയ്ത് നോക്കുകയാണ് എന്താ സംഭവിച്ചത്. ഇതിനെല്ലാം ലെഫ്റ്റ് റൈറ്റ് കൊടുക്കുമ്പോൾ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും അകത്തുള്ള ഒബ്ജക്റ്റ് മൂവ് ആയി. പക്ഷേ സെൻറ്റർ കൊടുത്തപ്പോൾ അത് അങ്ങനെ തന്നെ നിൽക്കും. ഈ 2 മാർജിൻ മാത്രം വലുതാവും. അതാണ് സെൻറ്റർ. ഇനി അടുത്തത് ഞാൻ ടോപ്പ് ആൻഡ് ബോട്ടം കൊണ്ട് കാണിച്ചു തരുമ്പോൾ, ടോപ്പ് ആൻഡ് ബോട്ടം നോക്കാം. ഈ ലെഫ്റ്റും റൈറ്റും കാണിച്ച അതേ ഇത് തന്നെയാണ് ഇതിൽ. നമ്മൾ മുകളിലേക്ക് പോകുമ്പോൾ ഈ മാർജിനെ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ്, നമ്മൾ വെച്ച മാർജിനെ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് മുകളിലേക്ക് പോകുന്നത്. ഒരു മാറ്റമില്ല. ഇനി ഞാൻ അടുത്തത് കാണിക്കാൻ വേണ്ടി പോകുന്നത് സ്കെയിലാണ്. ഇതിനെ സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ സ്കെയിൽ കൊടുക്കുകയാണ്. ഇനി ഞാനിത് ഡ്രാഗ് ചെയ്യുകയാണ്.
ഓക്കെ, ഞാൻ ഇനി ഇതിനെ ഞാൻ സ്കെയിൽ കൊടുക്കുകയാണ്. നോക്കിക്കോണം. ഇനി ഞാൻ ഈ ഫ്രെയിം സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ സ്കെയിൽ കൊടുക്കുകയാണ്. എന്താ സംഭവിക്കണം നോക്കിയേ, ഇതെന്താണ് ലെഫ്റ്റും റൈറ്റും. ഇത് ആ മാർജിനെ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ മൂവ് ആവുന്നുണ്ട് അല്ലേ. ഇതോ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? ഇതാണെങ്കിൽ മാർജിൻ അങ്ങനെയാണ് നിൽക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഇതാണ് നമ്മളെ മാർജിൻ എന്ന് വിചാരിച്ചോ. ഈ സ്കെയിലാണെങ്കിൽ മാർജിനും ഷേപ്പും വലുതാവുന്നുണ്ട്. കണ്ട, ഇത് ചെറുതാവുന്നതനുസരിച്ച് മാർജിൻ ചെറുതാവുന്നുണ്ട്, ഇത് വലുതാവുന്നതനുസരിച്ച് മാർജിൻ വലുതാവുന്നുണ്ട്. ഈ വൈറ്റ് കളർ വലുതാവുന്നുണ്ടോ, ഇവിടുന്നുള്ള വൈറ്റ് കളർ വലുതാവുന്നുണ്ടോ? അതാണ് സ്കെയിലും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇത് കുറേ പ്രാവശ്യം ചെയ്ത് നോക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് എന്താണ് കൺസ്ട്രെയിൻസ് എന്ന് വ്യക്തമായി മനസ്സിലാകത്തുള്ളൂ. അതിൻ്റെ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുക തന്നെ വേണം. എന്നാൽ മാത്രമേ നമുക്ക് ഇനി ഹയർ ഡിസൈനിലേക്ക് പോകുമ്പോൾ അത് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ചെയ്ത് നോക്കാം. ഇതിനെ നമുക്കൊന്ന് കൺസ്ട്രെയിൻസ് സെറ്റ് ചെയ്ത് നോക്കാം. ഒരു ചെറിയ ഡിസൈനാണ്. ഓക്കെ, ഇതൊരു മൊബൈലിൻ്റെ വെർഷനാണ് ചെയ്യുന്നത്. നമുക്ക് ടാബിലോട്ട് മാറുമ്പോൾ അതെങ്ങനെയാണ് കൺസ്ട്രെയിൻസ് ആവുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ടെക്സ്റ്റിൻ്റെ ഭാഗത്ത് ഞാൻ കൺസ്ട്രെയിൻസ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇതിന് ഞാൻ ലെഫ്റ്റും റൈറ്റും കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ഇതിനെ വലിച്ചു നോക്കാം നമുക്ക്. പിന്നെ ഇതും ഒന്ന് ലെഫ്റ്റും റൈറ്റും കൊടുക്കുകയാണ്. ഇതിനെ ലെഫ്റ്റും റൈറ്റും കൊടുക്കുകയാണ്. ഇതിനെ ഞാൻ സെൻറ്റർ കൊടുക്കുകയാണ്, സെൻറ്റർ. ഇനി നമുക്ക് ഡ്രാഗ് ചെയ്ത് നോക്കാമല്ലോ. കണ്ടില്ലേ, കൺസ്ട്രെയിൻസ് സെറ്റ് ആയണ്ടില്ലേ. ഇത് സെൻറ്ററാണ് കൊടുത്തിരിക്കുന്നത്, ഇത് സെൻറ്ററാണ് കൊടുത്തിരിക്കുന്നത്, ഇത് സെൻറ്ററാണ് കൊടുത്തിരിക്കുന്നത്, ഇത് ലെഫ്റ്റും റൈറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് കൺസ്ട്രെയിൻസ് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈൻസൊക്കെ ചെയ്യുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഇമേജിന് നമുക്ക് ഇനി കൺസ്ട്രെയിൻസ് കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഈ ഇമേജിനെ ലെഫ്റ്റും റൈറ്റും കൊടുക്കുകയാണ്. നോക്കിക്കേ, ആ രണ്ട് ബാക്ക്ഗ്രൗണ്ടും രണ്ട് സൈഡിലേക്ക് വലുതായണ്ടില്ലേ. ഓക്കെ, ഇതിന് നമ്മൾ കൺസ്ട്രെയിൻസ് കൊടുക്കാത്തതുകൊണ്ട് അതിലൊന്നും സംഭവിച്ചില്ല. ഇനി നമുക്ക് വേണമെങ്കിൽ അതിനും കൊടുക്കാം. ഇത് രണ്ടും ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ അതിലും കൺസ്ട്രെയിൻസ് അപ്ലൈ ആയി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റെസ്പോൺസീവ് ഡിസൈൻ സെറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന രീതിയാണ് കൺസ്ട്രെയിൻസ്. ഓക്കെ, കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഉപകാരപ്പെട്ടൊരു സാധനമാണ്. നമുക്ക് ബട്ടൺ, ടെക്സ്റ്റ്, ഇമേജ് കറക്റ്റ് സ്ഥലത്ത് സ്റ്റേ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന രീതി. അതായത് സ്ക്രീൻ വലുതായാലും ചെറുതായാലും കറക്റ്റ് അവിടെ തന്നെ കറക്റ്റ് പ്ലേസസ് തന്നെ സ്റ്റേ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന ഒരു രീതിയാണ്. നേരത്തെ പറഞ്ഞല്ലോ അത്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഡിസൈനൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഈ കൺസ്ട്രെയിൻസ് നമുക്ക് അധികം വർക്ക് ചെയ്യാൻ പറ്റില്ല. അവിടെ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ഓട്ടോ ലേഔട്ട് പോലത്തെ ഫീച്ചേഴ്സാണ് ഉപയോഗിക്കുന്നത്. കൺസ്ട്രെയിൻസിന് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു വലിയ ഡിസൈനെ ചെറിയ ഡിസൈനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അതിന് കുറച്ച് പരിമിതികളുണ്ട്. അതായത് ഡെസ്ക്ടോപ്പ് വെബ്സൈറ്റിനെ തിരിച്ച് മൊബൈലിലേക്ക് കൊണ്ടുവരാനും മൊബൈലിനെ തിരിച്ച് ഡെസ്ക്ടോപ്പിലേക്ക് കൊണ്ടുവരാൻ കൺസ്ട്രെയിൻസിന് കുറച്ച് പരിമിതികളുണ്ട്. അവിടെയാണ് നമ്മൾ ഓട്ടോ ലേഔട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൺസ്ട്രെയിൻസ് ഞാൻ പറഞ്ഞ എക്സസൈസ് ഒന്ന് ചെയ്ത് നോക്കുക, കുറേ ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസങ്ങൾ മനസ്സിലാവുള്ളൂ. ഓക്കെ.